അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ സ്വതന്ത്രമല്ല. അല്ല, ഒരു സംശയം വേണ്ട. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ചുരുക്കമുണ്ട്. ഇരുമ്പൻ ജോസഫ് സാർ. ശരി, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് എടുക്കാം. ഇതില് ഇപ്പൊ നമ്മുടെ IAS പ്രശാന്ത് ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ കൈ കെട്ടാൻ പറ്റാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. ശരി, ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു റോളും ഒരിടത്തും കൊടുത്തിട്ടില്ല. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നല്ല ചെറുപ്പക്കാരുണ്ട്, പക്ഷെ റോളില്ല. ശരി, ഞാൻ മറ്റു ചോദ്യത്തിലേക്ക് വരുന്നത്. ഇതില് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ എത്രമാത്രം സാധ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ IAS ഓഫീസർ പ്രശാന്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലേക്ക് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി അവിടെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ക്യൂ നിയന്ത്രണവും എല്ലാം ചെയ്യും. ഇപ്പോഴും സ്ഥിരം വടം കെട്ടി വലിക്കുന്ന ഒരു അശാസ്ത്രീയമായ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അപ്പം കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റും, കേന്ദ്രത്തിൽ ഈ അന്വേഷണത്തിന് ഇടപെടാൻ പറ്റും, ഈ പറഞ്ഞ പോലെ NIA വരാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേന്ദ്ര നിരീക്ഷണത്തിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ലേ? മാത്രമല്ല സുഭാഷ് കപൂറിന്റെ സാന്നിധ്യവും വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സുഭാഷ് കപൂറിന് അറിയാമല്ലോ, അന്താരാഷ്ട്ര കൽപ്പേഷുണ്ട്. അല്ല, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ വിഗ്രഹങ്ങൾ കടത്താനുള്ള ശ്രമം നടന്നു എന്നുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു അന്വേഷണം നടന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകില്ലേ? എന്ത് പറയുന്നു? ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട വെങ്കടേഷ് സാറിനെ, ശശിധരനെ രക്ഷപ്പെടുത്തുക. സാധുക്കൾ അവർ ജീവിച്ചു പോട്ടെ. അവർ തന്നെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും ഇത് ഏറ്റെടുക്കണേന്ന്. ഇത് കരണീയമായിട്ടുള്ള ദർ ഇസ് നോ അതർ. വി ആർ ലെഫ്റ്റ് വിത്ത് ഹോപ്സൺസ് ചോയ്സ്. ദർ ഇസ് നോ അതർ ചോയ്സ് ബട്ട് റിക്വസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ടേക്ക് ഓവർ ദ ഓൾ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും, ഈ ഗുരുവായൂർ ടെമ്പിളിലും നമ്മുടെ തിരുപ്പതിയിലും ഗുരുവായൂർ ടെമ്പിളിലും നമ്മുടെ ശബരിമലയിലും ഒരുപാട് അലിഗേഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലും ജനങ്ങളെല്ലാം ദുഃഖിതരുമാണ് സ്വാമി ഭക്തന്മാർ. എന്ത് പറഞ്ഞാൽ അവിടുത്തെ മാൽ അഡ്മിനിസ്ട്രേഷൻ ടു ദ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ മാൽ അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം കൊണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ പിൽഗ്രിമേജ് സെൻ്ററാണ്. 80 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്വാമി ഭക്തന്മാരുണ്ട്. അതുകൊണ്ട് owing to all this, we take over, central government, we take over the administration of ശബരിമല ആൻഡ് ഗുരുവായൂർ. ഈ ഗുരുവായൂർ ഇതിനേക്കാളും ഭീകരമുള്ളതാണ്, അത് വേറെ കാര്യം. ഈ രണ്ട് സ്ഥലത്തിന് ടേക്ക് ഓവർ ചെയ്താൽ അതിനുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഉടൻ CAG വരും.